കോഴിക്കോടേക്ക് പോകാം. മലബാറിലെ പോളിംഗ് പെർസെൻറ്റേജ് കൂടുതലായി ഉയർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഏതൊക്കെ ബൂത്തുകളിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ എന്നൊക്കെ പരിശോധിക്കാൻ രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഏത് ബൂത്തിലാണ് ഉള്ളത്? ജില്ലയിലെ പൊതുവാ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ എല്ലായിടങ്ങളിലും ഈ പറയുന്ന രീതിയിൽ രാവിലെ തുടങ്ങിയ ഉണർവ് ഉച്ചയോടും നിലനിൽക്കുന്നുണ്ട്. സാധാരണ ഉച്ചയ്ക്കൊരു മന്ദഗതി പൊതുവെ ഉണ്ടാകാറുണ്ട്. മറ്റ് പ്രശ്നബാധിത ബൂത്തുകൾ ജില്ലയിൽ അവിടേക്കുള്ള സ്ഥിതി എങ്ങനെയാണ്? പ്രതീക്ഷ, കോഴിക്കോട് ജില്ലയിൽ മികച്ച പോളിംഗ് ആണ്. ഇത് 54% ഏതായാലും പോളിംഗ് ഉയർന്നിട്ടുണ്ട്. പക്ഷെ നഗര കേന്ദ്രീകരിച്ച് പോളിംഗ് കുറവാണ് റൂറൽ മേഖലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നുള്ളതാണ് വളരെ പ്രസക്തമായൊരു കാര്യം. 2 മണിയുടെ കണക്ക് പ്രകാരം ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം 54%. പക്ഷെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ 45% പിന്നിട്ടിട്ടേ ഉള്ളൂ പോളിംഗ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ദൃശ്യങ്ങളിൽ കാണുന്നത് നരിപ്പറ്റ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ നിന്നുള്ള കാഴ്ചകളാണ്. 2 ബൂത്തുകളാണ് ഇവിടെ സ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഉച്ചഭക്ഷണ സമയത്ത് ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് പോളിംഗ് ഏതായാലും ദ്രുതഗതിയിലേക്ക് തന്നെ ഉയരുന്നൊരു കാഴ്ചയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകാം. കുറഞ്ഞത് 30 പേരെങ്കിലും ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വരി നിൽക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈ സമീപ പഞ്ചായത്തുകളിലെയൊക്കെ തന്നെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, കോഴിക്കോട് കോർപ്പറേഷനിൽ അത്ര പോളിംഗ് ഉയരുകയും ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. വോട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടെ പോകാം. ചെയ്തിട്ടും പോകാതെ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് നിൽക്കുകയാണോ? അതെ. എങ്ങനെയുണ്ട് ഒരു പൊതുസ്ഥിതി നാട്ടില്, രാഷ്ട്രീയമൊക്കെ പറഞ്ഞോ, എങ്ങനെയുണ്ട്? നല്ല പോളിംഗ് ബൂത്താണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വന്നേ? ഭക്ഷണമൊക്കെ കഴിച്ച് മോശമില്ലാത്ത പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. രാവിലെ മുതലേ ഇങ്ങനെ ഒരു രീതി തന്നെയല്ലേ? രാവിലെ മുതലേ ഇങ്ങനെയാണ്. ചേച്ചി വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നതാണോ അതിന് മുൻപേ വന്ന് നിൽക്കുന്നതാണോ? ഭക്ഷണം കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല? പോയില്ലേ? ഇല്ല, ഇപ്പൊ പോണം. ഭക്ഷണമൊക്കെ ആക്കിയോ? അതെ. ഓക്കെ, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വോട്ട് ചെയ്ത് നിൽക്കുകയാണ്. നല്ല പോളിംഗ് ഉണ്ടല്ലേ? നല്ല പോളിംഗ് ആണ്. രാവിലെ തന്നെ നല്ല ബൂത്തിൽ പോളിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉച്ച സമയമാണ്, വെയിലുള്ള സമയത്താണ് കുറച്ച് ആളുകൾ കുറഞ്ഞത്. വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല പൊതുവെ സമാധാനപരമായിട്ടുള്ള ഒരു പോളിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് വലിയ ആശ്വാസം അല്ലേ? നല്ല അന്തരീക്ഷമാണ്. ഒരു പ്രശ്നങ്ങളോ കാര്യവും ഇല്ലാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് ഒരു കാര്യങ്ങളും ഇവിടെ ഒരു കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ അതേ ട്രെൻഡിൽ തന്നെയാണോ പോകുന്നത്? പിന്നെ പോളിംഗ് ശക്തമായ 90% പോളിംഗ് ഉണ്ടായിരുന്നു. അതിന് 5 മണി നമ്മളൊക്കെ ആവുന്ന ആളിലാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ. പ്രതീക്ഷ, നമ്മളിനി ഒരു കൈക്കുഞ്ഞുമായി വന്നൊരു അമ്മയുടെ കാഴ്ച കൂടി കാണാൻ കഴിയും. അതായത് കുഞ്ഞുമായി ബൂത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഒറ്റ മിനിറ്റ്, എന്താ കുഞ്ഞിനെയൊക്കെ കൂട്ടിയിട്ട് എന്താ വരെ കാണണം? തിരക്ക് പറയുമ്പോ വരാന്ന് വിചാരിച്ചിട്ടാ ഉച്ചക്ക് ആക്കിയതിന്. വെയിലും അല്ല. ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങള്? നല്ല വിശേഷം. ഇപ്പോഴത്തെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാണ്, അങ്ങനെ കുട്ടീനെയും കൊണ്ടുവന്നാണ്. പണിക്ക് പോയ ആളുകളൊക്കെ വൈകിട്ടത്തേക്ക് വരാനുണ്ടാവും അല്ലേ? തിരക്ക് കുറഞ്ഞുകൊണ്ട് വന്നതാണ് ഞാനിപ്പോ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? 70. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാറുണ്ട്? ചെയ്യാറുണ്ട്. നമ്മുടെ അവകാശം അത് വിനിയോഗിക്കുക അല്ലേ? ഇത് തന്നെ. ഏതായാലും രതീഷൊപ്പം തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ ആകെ 700-ലധികം സെൻസിറ്റീവായ എന്ന് കണ്ടെത്തിയ പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അതിൽ 600-ലധികവും കോഴിക്കോട് റൂറൽ തന്നെയാണ്, റൂറൽ പോലീസ് പരിധിയിലാണ്. 100-ലധികമാണ് നഗരത്തിലേക്ക് ഉള്ളത്. പക്ഷേ ഈ സ്ഥലങ്ങളിലൊന്നും മറ്റു പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതും വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ പോളിംഗ്. തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് ശക്തമായ ഒരു പോളിംഗ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.